നീ ക്വസ്റ്റ്യൻ ഇട് പിഞ്ചണ നീ ക്വസ്റ്റ്യൻ ഇട് പിഞ്ചണ വേണ്ടി ഞാൻ തീരുമാനിക്കും. എനിക്ക് ഏതാണ് കിടാനായിട്ട് പുക എവിടേക്കാണ് ഓക്കെ. നല്ല ക്വസ്റ്റ്യൻ ആടാ. ഒരുപാട് ആലോചിക്കേണ്ടി വരും എല്ലാവർക്കും. കേരളത്തിൽ ആദ്യം എത്തിയ ഇംഗ്ലീഷുകാർ എടോ രണ്ടുപേരെ ഗോകുലും ശിവശങ്കറും. ശിവശങ്കർക്ക് ഞാൻ സത്യത്തിൽ ഞാൻ ഇങ്ങനെയുള്ള കരുതി കേട്ടോ. ശിവശങ്കർ ഞാൻ മറ്റാരം മച്ചാനെ നീ ശിവശങ്കർ മച്ചാനെ നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഓക്കെ ശിവശങ്കർ. അപ്പൊ കേരളത്തിൽ ആദ്യമത്തെ ഇംഗ്ലീഷുകാരൻ എന്നാണ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്നു. നിങ്ങക്ക് ഞങ്ങൾ ചെയ്ത ലൈവാണോ ഇഷ്ടപ്പെട്ടത്, ചേട്ടൻ ചെയ്ത ലൈവാണോ ഇഷ്ടപ്പെട്ടത്? എനിക്കത് ചേട്ടനെ പറയൂടെ, എന്നാലും എനിക്കൊരു സമാധാനത്തിന് വേണ്ടി ചോദിക്കുകയാണ്. അതെ, ഞാൻ ചെയ്ത ലൈവാണ് എല്ലാരും പറയുക. എപ്പോ പറഞ്ഞു? എല്ലാരും അതേ പറയുന്നത്. പൊതുവെ അവർ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കേണ്ട ആരും പറയത്തെ. പക്ഷെ അവർക്കെല്ലാം സത്യസന്ധമായിട്ട് ആൻസർ പറയും. സത്യസന്ധമായിട്ട് പറയണേ ഞാൻ ചെയ്യുന്നതോട് ഇഷ്ടം. പിന്നെ അവര് പറയത്തില്ല നിങ്ങൾ വിഷമമായിരിക്കും. ഞാൻ ഇങ്ങനെ വളവള സംസാരിക്കുന്നല്ലേ നിങ്ങൾ എല്ലാവരും കിട്ടുന്നത്. രണ്ടും ഇഷ്ടം. ഇലക്ട്രിക് ട്രെയിനും ഡീസൽ എഞ്ചിൻ എമർജൻസിക്ക് ഉണ്ട്. ഓക്കെ. കേരളത്തിൽ ആദ്യമത്തെ ഇംഗ്ലീഷുകാരൻ എന്നതാണ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആദ്യം എത്തിയ ഇംഗ്ലീഷുകാരൻ പേര് എന്താ? ഹ്യൂമോ അല്ലല്ലോ, എന്താണ് നമ്മുടെ പേര്? അതൊക്കെ അറിയാം. വിശപ്പുള്ള രാജ്യം എളുപ്പമാണ്. ഞാൻ പിൻ ചെയ്യാം. ഒരു സെക്കൻഡ്. പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത്. ബട്ട് ചോദ്യം അതല്ല. കേരളത്തിൽ ആദ്യം എത്തിയ ഇംഗ്ലീഷ്. കേരളത്തിൽ ആദ്യം എത്തിയ ഇംഗ്ലീഷ് മൗണ്ട് ബാറ്റനോ? അതല്ലേ, മൗണ്ട് ബാറ്റൻ ആണോ? മൗണ്ട് ബാറ്റൻ അങ്ങനെയല്ലേ ആൻസർ? ഇംഗ്ലീഷുകാരനാണോ അതോ വിദേശിയാണോ? സായിപ്പ് അപ്സബ്രോ മൗണ്ട് ബാറ്റൻ ആണോ? പുള്ളിക്കാരൻ PSC പോലീസുകാരനായല്ലേ. മുന്നിലെ ക്വസ്റ്റ്യനെ പിൻ ചെയ്യാമേ. അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ ഞാൻ പിൻ ചെയ്തേക്കാം. കേരളത്തിൽ ആദ്യം വാസ്കോഡഗാമ ഇംഗ്ലീഷുകാരാണ്, പുള്ളി പോർച്ചുഗീസാണ്. വാസ്കോഡഗാമ പോർച്ചുഗീസാണ്. കേരളത്തിൽ ആദ്യം എത്തിയ ഇംഗ്ലീഷുകാരൻ എന്നാണ്. സോ വാസ്കോഡഗാമ അതല്ലേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷുകാരൻ എന്ന് പറയുമ്പം മേ ബി ഈ ബ്രിട്ടനിലെ ആളായിരിക്കും ഉദ്ദേശിക്കുന്നത്. വാസ്കോഡഗാമ ഈസ് എ പോർച്ചുഗീസ് അല്ലേ? അബ്സർവോ പ്ലീസ് കമന്റ്. ഞാൻ പറഞ്ഞു കൃഷ്ണ, അതിന് ആൻസർ മേലെ നോക്ക്. രണ്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞു. ലൈവ് ലൈവ് ഇഷ്ടമാണ് കാപ്പാട് വന്നത് മിസ്റ്റർ റാഫ് ഫിച്ച് ആണ്. ആണോ അബ്സർവോ? മാസ്റ്റർ റാൽഫ് ഫിച്ച് എന്നാണ് ശിവശങ്കർ ആൻസർ. റാഫ് റിച്ച്. ഓക്കെ, റാൽഫ് റിച്ച് ഫിച്ച്. ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നേയുടെ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും എളുപ്പ ക്വസ്റ്റ്യൻ ആണ്. ആരാദ്യം ആൻസർ പറയുന്നത്? ശിവ. ഓക്കെ. ഇറ്റ്സ് മീ മുന്ന. വിശപ്പുള്ള രാജ്യം ഈസി ആൻസർ ആണ്. ആദ്യമായി പറയുന്നത് വായിച്ചത് എന്റെ പല്ല് തെറിയോ. റാൽഫ് ഫിച്ച്. ചാരൂസിനെ തെറിയ. ഞാൻ കുറച്ച് മുമ്പ് PK നിന്റെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. നീ ഇന്നലത്തെ ലൈവ് കണ്ടില്ലെങ്കിൽ നിനക്ക് വലിയൊരു മിസ്സാണ് സംഭവിക്കാൻ. ഹംഗറി കറക്റ്റ് ആൻസർ. ഓക്കെ PK ഹംഗറി 2 കണ്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. PK നിനക്ക് നീ ഇന്നത്തെ ലൈവ് കാണണം. അതായത് ഇന്നലെ ഇതിന് മുമ്പ് ചെയ്തേക്കുന്ന ലാസ്റ്റ് ലൈവ് നീ കാണണം. കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത്. ഞാനും ചാരും കൂടെ ഇന്നലെ രാത്രി ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ലൈവ് ചെയ്തു. അതിൽ രണ്ടാമത് ലാസ്റ്റ് ചെയ്ത ലൈവ് നീ കാണുക. എനിക്ക് തോന്നുന്നു 2 മണിക്കൂറോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് നീ ഇത് മസ്റ്റ് വാച്ച് ആയിരിക്കണം. നിനക്കൊരു ബിഗ് സർപ്രൈസ് അതിലുണ്ട്. മേ ബി ഇറ്റ് വിൽ ചേഞ്ച് യുവർ ഫ്യൂച്ചർ. അത് കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നി കേട്ടോ. എനിക്കും അങ്ങനെയാണ് തോന്നിയത്. കാരണം ചാരു അത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. ബാക്കി അതിന് മറുപടി പറയാനുള്ള ചാരുവാണ്. ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ അറിയിച്ചതേ ഉള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കുന്നുണ്ടോ? റിയ ആണല്ലേ ആൻസർ പറഞ്ഞത്. റിയയും പറഞ്ഞു, ശിവശങ്കറും പറഞ്ഞ ആൻസർ. കൺഗ്രാറ്റ്സ് ബോത്ത് ഓഫ് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ?